ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്ന ആൾക്കാരുണ്ട്. ഫ്രണ്ട്സ് ആയതിനു ശേഷം അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുക, കോൾ ചെയ്യുക, മീറ്റപ്സ് പ്ലാൻ ചെയ്യുക, അതിനെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ ഒരാളായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു എഫേർട്ട് ഇടുന്ന ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിതിൽ വലിയ വിശ്വാസമല്ലായിരുന്നു. ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അതൊക്കെ സംഭവിക്കേണ്ടതാണ്. അതും നമ്മളെ എഫേർട്ട് ഇട്ടിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ ഇങ്ങനെ വന്ന് ചേരുന്നതാണ് എന്നുള്ളതായിരുന്നു ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നത്. ഞാനിതിനെ പറ്റി എൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോട് ആദ്യമായിട്ട് സംസാരിക്കാനായിട്ടൊരു എഫേർട്ട് ഉണ്ട്. അതിൻ്റെ പുറത്താണ് നമ്മൾ നല്ല സംസാരം കാര്യങ്ങളുണ്ടായത്, നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. സ്റ്റിൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. അവൾ എന്നോട് ഇങ്ങോട്ട് വന്നിട്ട് സംസാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ സ്റ്റിൽ നല്ല ഫ്രണ്ട്സ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ഐ മീൻ അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റാർട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലുള്ള നല്ല ബന്ധങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ എഫേർട്ട് ഇടുന്നതിൽ തെറ്റൊന്നുമില്ല. അതെനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏതൊരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഏതൊരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അതിൽ ഏതെങ്കിലും ഒരാൾ എഫേർട്ട് ഇട്ടിട്ട് തന്നെ ആയിരിക്കും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇതേപോലെ നമ്മുടെയൊക്കെ ലൈഫിൽ ഓരോരുത്തരുണ്ടാവും, അവരെ എഫേർട്ട് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ എഫേർട്ട് ഇട്ടുകൊണ്ട് നമ്മളൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡായതും അല്ലെങ്കിൽ നല്ലൊരു റാപ്പോ ബിൽഡായതൊക്കെ. നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ ഈ വീഡിയോ ആൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.